നമസ്കാരം. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അവിടെ 5 മണ്ഡലങ്ങളിലെങ്കിലും വിജയപ്രതീക്ഷ അവർ നോട്ടമിട്ടിരുന്നു. അതിൽ 2-3 മണ്ഡലങ്ങളിൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ വിചാരിച്ചിരുന്നത്. അതിലേറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളായിരുന്നു അവർ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എ ക്ലാസ് ലിസ്റ്റിൽപ്പെടുത്തുകയും സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ആദ്യ ലിസ്റ്റുകളിൽപ്പെടുത്തി പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ബി.ജെ.പി. പത്തനംതിട്ട ഘടകത്തിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ട എല്ലാ മണ്ഡലങ്ങളിലും തന്നെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഒന്നാകെ തന്നെ അവിടേക്ക് ഈ അടുത്ത കാലത്ത് ജനപക്ഷത്തു നിന്നും വന്ന പി.സി. ജോർജും അദ്ദേഹത്തിൻ്റെ മകനും വലിയ വിപ്ലവം, വലിയ ഒരു കൊടുങ്കാറ്റായി മാറിയിരുന്നു. വലിയ തോതിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ അവർ നടത്തിയിരുന്നു. എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള കഴിവുള്ള നേതാവാണ് പി.സി. ജോർജ്. അതുകൊണ്ട് തന്നെ പി.സി. ജോർജ് പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെ വലിയ തോതിലുള്ള മാറ്റം കാഴ്ചവെക്കാൻ കഴിയും എന്ന് അവിടുത്തെ അണികളും അവിടുത്തെ ലോക്കൽ നേതാക്കളും ഒക്കെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പി.സി. ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്നും നേതാക്കളും അണികളുമൊക്കെ ഒരുപോലെ വിശ്വസിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. അപ്രതീക്ഷിതമായി അവിടുത്തെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ ഒരു ബി.ജെ.പി. പ്രവർത്തകൻ പോലും നനച്ചിരിക്കാത്ത ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. അവിടെ അടുത്ത കാലത്ത് തന്നെ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് വന്ന ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായ അനിൽ ആൻ്റണി, കോൺഗ്രസ് നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെയാണ് അവിടെ മത്സരാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ബി.ജെ.പിക്കുള്ളിലും ബി.ജെ.പിയുടെ പ്രാദേശിക ഘടകങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ ജനപക്ഷം ഗ്രൂപ്പിലുമൊക്കെ വലിയ തോതിലുള്ള ഒരു വിള്ളൽ വീഴ്ത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൊണ്ട് സംഭവിച്ചതായി പറയാൻ കഴിയൂ. അതിന് പ്രധാന കാരണം അവിടെ പി.സി. ജോർജ് ആയിരുന്നു മത്സരിക്കുന്നത് എങ്കിൽ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഒക്കെ ഉൾപ്പെട്ട മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പി.സി. ജോർജിന് ആയിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം പി.സി. ജോർജ് മുന്നോട്ട് വെച്ച ഒരാശങ്കയും അനിൽ ആൻ്റണിയെ മണ്ഡലത്തിന് പരിചയപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലിരിപ്പ് തുറന്നു കാട്ടുന്നതായിരുന്നു. അദ്ദേഹം പാർട്ടി വിട്ടുപോകും, അതായത് ബി.ജെ.പിയിൽ നിന്നും വിട്ടുപോകും, ജനപക്ഷത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന നേതാക്കളുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഈ ഇലക്ഷനിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുമോ എന്നുള്ള ആശങ്കയും വല്ലാത്ത രീതിയിൽ പത്തനംതിട്ടയിലുണ്ട്. എന്ത് ഗുണമാണോ പി.സി. ജോർജിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് ഇക്കുറി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകരും ജനപക്ഷം പ്രവർത്തകരും ഒക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിയെ അവിടെ പരിചയപ്പെടുത്തിയത് വലിയ തോതിലുള്ളവർ തെറ്റായിപ്പോയി എന്ന രീതിയിൽ സംസാരിക്കുന്നവരാണ് ബി.ജെ.പിയിൽ തന്നെ ഭൂരിഭാഗവും. അതിന് പ്രധാന കാരണം പി.സി. ജോർജ് അവിടെ മത്സരിച്ചിരുന്നു എങ്കിൽ അത് കോൺഗ്രസിനുള്ളിലെ തന്നെ കുറേ വോട്ടുകൾ അവിടേക്ക് വരുമായിരുന്നു. CPM-ലെ അകൽച്ചയുള്ള ചില പാർട്ടികളുടെ വോട്ട് വരുമായിരുന്നു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിലെ, അതായത് ജോസ് കെ മാണിയോട് താല്പര്യമില്ലാത്ത ഒരു പക്ഷം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ എടുത്തുചാട്ടവും പക്വതയില്ലായ്മയും ഒക്കെ കൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കേരള കോൺഗ്രസ് എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിലെ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ വോട്ട് പി.സി. ജോർജിലേക്ക് വരുമായിരുന്നു. മാത്രവുമല്ല, NSSൻ്റെ വോട്ട് ഒരുപോലെ തന്നെ പിടിച്ചെടുക്കാൻ പി.സി. ജോർജിന് കഴിഞ്ഞേക്കുമായിരുന്നു. അതും മാത്രവുമല്ല, CPM-ലെ പോലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു നല്ല ലീഡർ തന്നെയാണ് പി.സി. ജോർജ്. ഇതെല്ലാം പി.സി. ജോർജിന് വലിയ തോതിലുള്ള വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ എല്ലാവരും പി.സി. ജോർജിൻ്റെ പേര് തന്നെ നിർദ്ദേശിച്ചത് എങ്കിൽ അനിൽ ആൻ്റണി ആ കളത്തിലേക്ക് എത്തുമ്പോൾ അനിൽ ആൻ്റണി ഒരു സംഘാടകൻ എന്ന നിലയിൽ മികച്ച നേതാവാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ഒരു യുവ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എപ്രകാരമായിരിക്കുമെന്നുള്ള ആശങ്ക ബി.ജെ.പിക്കുള്ളിലുണ്ട്. അതിനോടൊപ്പം തന്നെ പി.സി. ജോർജിൻ്റെ പ്രതികരണം എന്തായിരിക്കും, എങ്ങനെയാവും പി.സി. ജോർജ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുക എന്നുള്ളതൊക്കെയുള്ള വലിയ തോതിലുള്ള ആശങ്കകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, പി.സി. ജോർജ് വീണ്ടും ബി.ജെ.പിയിൽ നിന്നും ജനപക്ഷത്തേക്ക് പോയാൽ അത് ബി.ജെ.പിക്ക് സംഭവിക്കാവുന്ന വലിയ ഒരു ആഘാതം തന്നെയായിരിക്കും എന്നും ബി.ജെ.പി. പ്രവർത്തകർ വിചാരിക്കുന്നു. അതൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും അതിൻ്റെയൊക്കെ പ്രത്യാഘാതം കാണേണ്ടി വരും എന്ന ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകരും ബി.ജെ.പിയിലെ പ്രാദേശിക നേതാക്കളും ഒക്കെ തന്നെയുള്ളത്.